ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചാർട്ടിലേക്ക് കുതിച്ച് ജെഫിൻ ടി ചാക്കോ ആസിഫ് അലി സിനിമ രേഖാചിത്രം. ഏകദേശം 9 കോടി മുടക്കിയ ചിത്രം ആദ്യ ആഴ്ചയിൽ തന്നെ മുടക്കുമുതലിന്റെ 4 ഇരട്ടി വാരിക്കൂട്ടി. 38 കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ. തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ചിത്രം ആസിഫ് അലിയുടെ കരിയറിലെ മറ്റൊരു വമ്പൻ ഹിറ്റായി മാറിയേക്കും. മലയാളത്തിൽ അപൂർവമായ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജേണറിൽ എത്തിയ ചിത്രം ഒരു മിസ്റ്ററി ക്രൈം ഡ്രാമ കൂടിയാണ്. ദ പ്രീസ്റ്റിന് ശേഷം ജെഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില സർപ്രൈസുകളുമുണ്ട്. പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടുന്നതിൽ ആദ്യ ദിനം തന്നെ വിജയിച്ച ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച പ്രതികരണമാണ് നേടുന്നത്. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി രേഖപ്പെടുത്തിയ രേഖാചിത്രം ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് ഇനീഷ്യലാണ്. കാവ്യ ഫിലിം കമ്പനി, ആൻ മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അനശ്വര രാജനാണ് ആസിഫ് അലിക്കൊപ്പം പ്രധാന വേഷത്തിൽ എത്തുന്നത്. മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായികുമാർ, ശ്രീകാന്ത് മുരളി, ഉണ്ണി ലാലു, നിഷാന്ത് സാഗർ, പ്രേം പ്രകാശ്, സുധി കോപ്പ, മെഹ തോമസ്, സെറിൻ ഷിഹാബ് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ജെഫിൻ ടി ചാക്കോയുടെ സംവിധാന മികവിൽ രേഖാചിത്രം ഏറെ നിരൂപക പ്രശംസയും നേടുന്നുണ്ട്. അപ്പു പ്രഭാകരന്റെ ഛായാഗ്രഹണവും മുജീബ് മജീദിന്റെ സംഗീതവും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. മമ്മൂട്ടി ചിത്രം ദ പ്രീസ്റ്റിന് ശേഷം ജെഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത സിനിമയാണ് രേഖാചിത്രം. ജെഫിൻ ടി ചാക്കോ, രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത്. ചിത്രത്തിന്റെ കലാസംവിധാനം ഷാജി നടുവിലും, സംഗീത സംവിധാനം മുജീബ് മജീദും, ഓഡിയോഗ്രാഫി ജയദേവൻ ചാക്കടത്തുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെയും പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബുജി ശിശിയിലുമാണ്. വസ്ത്രാലങ്കാരം സമീറ സനീഷും, മേക്കപ്പ് റോണക് സേവിയറും നിർവഹിച്ചിരിക്കുന്നു.